ഓം ശ്രീ കൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം ശ്രീ കൃഷ്ണഗാഥ നിത്യപാരായണം കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസന്നിധിയിൽ ഇന്ന് 22-ാം ദിവസത്തെ പാരായണം, ചിങ്ങമാസം 21-ാം തീയതി. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാന ശ്ലോകത്തോടുകൂടി ആരംഭിക്കുകയാണ്. ഓം തത്സത്. കേരളക്കരയിൽ ഉത്തരാഗ്രഭൂമി കോലഭൂപനുടെ തോഴനായി കൃഷ്ണഗാഥ വിരചിച്ച വിപ്രകവി താമസിച്ചൊരു ചിറക്കലേ പാലഭൂതിലകമായി മേവിടുന്നൊരു ദേശമായ കടലായിൽ മേവിടുന്ന നവനീല കൃഷ്ണ പരിപാഹി മാം ഭുവനരക്ഷക. മേവിടുന്ന നവനീത കൃഷ്ണ പരിപാഹി മാം ഭുവനരക്ഷക. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസന്നിധിയിൽ നരകാസുര വധമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. നരകാസുര വധപാരായണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം തത്സത്. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. ഇന്നീരാ തന്നൂടെ പുഞ്ചിരിയായോരു ചന്ദ്രികാമയിൽ പാരക്കയാലേ പാലാഴി തൂവെള്ളം തൂകുന്ന പോലെ. അതെനിക്ക് ശീലം. അതെ, പാലാഴി തൂവെള്ളം തൂകുന്ന പോലെ നീലാഭമായോ പാലാഴി വെള്ളത്തിൽ മുങ്ങി നിന്നിടുന്ന നീലാഭമായോരു ശൈലം പോലെ മേവി നിന്നിടുന്ന ദൈവതം തന്നെ ഞാൻ കൈവണങ്ങിടുന്നേൻ കാത്തുകൊള്ളുവാൻ. കീർത്തിയെ വാഴ്ത്തുവാൻ ഓർത്തു നിന്നിടുമെൻ ആർത്തിയെ തീർത്തു തുണയ്ക്കേണമേ. നരകാസുരവധമാണ് ഇന്ന് പാരായണം. മേലം കാലർന്നോരു പാർത്തനും താനുമായി കാളിന്നി തീരത്തു ചെന്നു. പിന്നെ കാളിന്നിയാകീന കന്യക തന്നെയും കൈപിടിച്ചിടിനാൻ കാന്തിയോടെ. പാണ്ഡവമാകിന പാർത്തനും താനുമായി ഗാണ്ഡവമാകിന കാനനത്തെ തങ്കിച്ചു വെച്ചു. പാലിതനായ പാവകനായിട്ടു നൽകിന നേരത്തു പാലിതനായ മയന്താനപ്പോൾ പാണ്ഡവന്മാർക്കൊരു മന്ദിരം തന്നെയും പാരാതെ നിർമ്മിച്ചു കാഴ്ചവെച്ചാൽ. അച്ഛനു കൂടി പിറന്നവൾ തന്നോടെ പുത്രിയായുള്ളൊരു മിത്രവിന്ദ കാമിനിയായാളെ കാർമുകിൽ വർണ്ണനു കോമള എന്നു പൊച്ചെരുമല്ലോ. ചിറ്റം തീരണ്ടു നിന്നേറ്റം ജീവിതമു കുറ്റങ്ങളായുള്ള കാളകളെ കോഴകൾ കൂടാതെ കെട്ടി നിന്ന നേരം താഴാതെ കണികൊണ്ടേടിനെയും മൈക്കോല വാക്കുഴലാളെയും മേളമായി കൈക്കൊണ്ടു പോന്നാന്തൻ മന്ദിരത്തിൽ ഭദ്രയായുള്ളൊരു ഭദ്രയെ തന്നെയും ഭദ്രനായുള്ളൊരു പത്മനാഭൻ കീകയ മന്നവൻ തന്നോടെ ചൊല്ലാലെ കേവലം കാമിനിയാക്കിക്കൊണ്ടാൽ ലക്ഷണം കൊണ്ടു വിലങ്ങി നിന്നിടുന്ന ലക്ഷണയാകിയ കന്യകയെ പൊഴിഞ്ഞൊരു നിന്നമ്പുജലോചന തൻ പ്രിയയാക്കിന കണ്ടുകൊണ്ടേ മൗമനായുള്ളൊരു ധനവൻ പണ്ടുപോയി അവനച്ഛൻ
ചെന്നങ്ങു വിണ്ണു തന്നിൽ വാനവർ പോരുടെ നൽകുട തന്നെയും വാനവർ മാതാവിൽ കുണ്ടലവും കൊണ്ടങ്ങു പോയതു കേട്ടൊരു നേരത്തു കൊണ്ടന്നെ വർണ്ണത്ത കാന്തയുമായി മണ്ണിൽ വിളങ്ങിന പന്നക വൈദ്യൻ ഉന്നതമായ മുതുകിലേറി വേഗത്തിൽ പോയങ്ങു ദാനവൻ തന്നോടെ പോയി ചെന്നു കതിർത്ത നേരം മാനിയായുള്ളൊരു ദാനവൻ തന്നോടെ സേനയുമായി പുറപ്പെട്ടുടനായിട്ട് തുടങ്ങി ബദ്ധവിരോധന നിന്നു നേരെ പന്നക വൈദ്യൻ പക്ഷങ്ങളിച്ചിട്ട് പണു തുടങ്ങിയതു വാരണങ്ങൾ അഞ്ചിതമായൊരു ചേർത്തിടം തന്നെയും ചഞ്ചലമാക്കിനം ചെന്നുകൊണ്ട് കാൽനഖമേറ്റുള്ള വാജികളെല്ലാം ഇക്കാലപുരത്തിനു പറഞ്ഞുതായി വേലുകൊണ്ട് അന്നേരം പന്നക വൈദ്യൻ മേനിയിൽ ചാട്ടിനാൻ ദാനവൻ താൻ വേലിനു പിന്നാലെ ശൂലവും കയ്യിലൻ ഇലക്കർവർണ്ണനെയോങ്ങുന്നേരം ദാനവ വൈദ്യൻ ആയുധത്തിനൊരു പാരണമായ ദാനവൻ താൻ എന്നതു കണ്ടൊരു മേദിനി താൻ വന്നു നന്ദജൻ തന്നെ സ്തുതിച്ചാളപ്പോൾ മേദിനി തന്നോടെ വേദന പോക്കിട്ടു മേളത്തിൽ ചെന്നവൻ മന്ദിരത്തിൽ ഏറിയിരുന്നൊരു മോദത്തെ പൂണ്ടു ഏഴാം ഇടം തന്നെ പൂരിപ്പാനായി 800,000 കന്യകമാരെയും തിന്നമണഞ്ഞോരൻ ആനത്തിന്മേൽ ചാലക്കരേറ്റിതൻ ദ്വാരക തന്നിലെ മേളത്തിനാക്കിനാൻ മെല്ലെ മെല്ലെ വാനവ മാതാവിൻ കുണ്ടലം തന്നെയും വാനവ കോനൂടെ നൽകുടയും കൊണ്ടങ്ങു ചെന്നുടൻ വിണ്ടലർക്കുണ്ടായോ ജിണ്ടലെ പൂക്കിനാൻ കൊണ്ടൽ വർണ്ണൻ പോരുന്ന നേരത്തു ഭാര്യതൻ ചൊല്ലാതെ പാരിജാതത്തെയും കൊണ്ടുപോന്നു ദ്വാരക തന്നെ ചാരത്തു നിന്നൊരു വാരുറ്റ പൂങ്കാവിലാക്കി പിന്നെ നല്ലൊരു നേരത്തു കൈപിടിച്ചിടിനാൻ ചൊല്ലിയെന്നിരുമെന്നല്ലാരെയും സുന്ദരിമാർക്കൊരു മന്ദിരം നിർമ്മിച്ചു സുന്ദരിമാരോടും കൂടി നന്നായി സുന്ദര ലീലകളാണ്ടു വിളങ്ങിന സുന്ദരനായൊരു നന്ദസൂതൻ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരേ. രുക്മിവധമാണ് പാരായണം ചെയ്യുന്നത്. അന്നൊരു നാൾ മർമ്മങ്ങളാകിന മർമ്മങ്ങളോ ജീവിച്ചു ഉണ്മയിൽ നിങ്ങനെ തോന്നും വണ്ണം താരങ്ങളുള്ളത്തിൽ വേദന ഭോഗിച്ചാൻ കാരുണ്യം പിന്നെയും പൊങ്ങുവാനായി കാമിനി തന്നെ കണ്ണുയിൽ കണ്ടപ്പോൾ കാരുണ്യവാരിയിൽ മുങ്ങി മുങ്ങി വന്നിടുന്ന വാക്കുകൾ കൊണ്ടവൾ കണ്ണുനീർ പോക്കിട്ടു കൊണ്ടുകൊണ്ടാൻ ഇങ്ങനെ ഓരോരോ സുന്ദരിമാരുമായി മംഗലനായുള്ള മാധവൻ താൻ അംഗജാലിലതൻ ഭംഗികളാണ്ടു നിന്നങ്ങനെ മങ്ങാതെ മേവും കാലം 802,000 ഇങ്ങനെ എണ്ണമണ്ടിടുന്ന മാതരെല്ലാം പെറ്റുണ്ടായ പുത്രരെ കൊണ്ടെങ്ങും മറ്റും വിളങ്ങിയതപ്പോൾ ഒരുമപ്പോൾ വേട്ടകാലം മാധവൻ മുമ്പായ യാദവന്മാരെല്ലാം മാനിച്ചു ചെന്നാരം മന്ദിരത്തിൽ അന്യരായി നിന്നുള്ള മന്നവരെല്ലാരും ചെന്നുടൻ മംഗലം പൊങ്ങിയതപ്പോൾ കാലിംഗൻ മുമ്പായ ഭൂപന്മാരെല്ലാം കാലത്തു രുക്മിതന്നോടുരുന്നാർ ചൂതുകൊണ്ടിന്നു നീ വെല്ലുക വേണമി മാധവൻ തന്നുടെ സോദരനെ എന്നതു കേട്ടവൻ അന്നേരം ചെന്നിട്ടു നിന്നൊരു മന്നവർ മുന്നിൽ തന്നെ ചൂതു തുടങ്ങിനാൻ രാമനും താനുമായി ചൂടും നിന്നിടുന്നോ ചൊല്ലേ തോൽക്കുന്നോരിങ്ങനെ ദണ്ഡമെന്നെല്ലാരും കേൾക്കവേ നിന്നു പറഞ്ഞു നേരെ രുക്മിണി തന്നെ സോദരനാകിന രുക്മിതാൻ അന്നേരം നോക്കി കൈതവൻ തന്നാലേ വെന്നു നിന്നിടിനാൻ കൈടവ വൈദിതൻ സോദരനെ ഒത്തു നിന്നിടിന ദണ്ഡവും നൽകിനാൻ സത്യപാരായണൻ താനുമപ്പോൾ അപ്പോഴേ പിന്നെയും ഏശീന നേരത്തു രുക്മിയെ തന്നെയും വെന്നു നിന്നാൻ വെന്നൊരു നേരത്തു നിന്നൊരു രുക്മിതാൻ വെന്നതു ഞാനെന്നു ചൊല്ലിക്കൊണ്ടാൻ
എന്നതിന്നേതുമേ പേശാതെ പിന്നെയും വന്നു നിന്നിടിനാൻ പോരി നേരെ എന്നതു ഞാനെന്നു ചെന്നവൻ നിന്നപ്പോൾ മന്നോരും ചൊല്ലിനാൽ ഔവണ്ണമേ അമ്പരം തന്നിൽ നിന്നേരമുണ്ടായി സമ്മതിയായൊരു നന്മൊഴിതാൻ ഇപ്പോഴീ വന്നതു രോഹിണി നന്ദനൻ രുക്മിതാനല്ലേ നിന്നിങ്ങനെ കോപിച്ചു നിന്നൊരു രുക്മിതാനെന്നപ്പോൾ പറഞ്ഞിടിനാൻ പേടിയാതെ ചോതുങ്കൽ വെല്ലുവാൻ ചൈതന്യമായിട്ടുള്ള ഭൂപതി വീരന്മാർ വേണമത്രേ മന്നവർ കീഴിനൊരാസനം കൂടാതെ കിന്നരായി പോരുന്ന നീചർക്കാമോ ആസവ സേവയും നാരികൾ സേവയും ആചരിച്ചിടിനായ അയവണ്ണം എന്നതു കേട്ടു കരികമാക്കി വരി ദന്തങ്ങൾ ചിരിച്ചാനപ്പോൾ രുക്മിതാനിങ്ങനെ ചെന്നതു കേട്ടിട്ടു ദുഷ്ടനായുള്ളൊരു കാമപാലൻ ചാരത്തു നോക്കിന നേരത്തു കാണായി പാലിച്ചു നിന്നൊരു നൽപരീകം പെട്ടെന്ന് എടുത്തൊന്നു കൊട്ടി നിന്നിടിന ദുഷ്ടനായി നിന്നൊരു രുക്മി തന്നെ കൊട്ടുകൊണ്ടിടിന രുക്മിതാനെന്നപ്പോൾ ഇഷ്ടനായി നിർവിനാൻ നന്ദകന്നെ 4 കാലടി വെച്ചൊരു നേരത്തു കാലിംഗരാമനെ ചെന്നണഞ്ഞു ഉൽപ്പന്ന രോഷനായി നിന്നവൻ ഭർത്തകൾ ബമ്മായെന്നാക്കി വെച്ചാൻ ലാംഗലീതാനിതു ചെയ്തതു കേട്ടൊരു ശാങ്കവരായുധധാരിയപ്പോൾ നന്നായില്ലെന്നതും ഒന്നുമേ മിണ്ടാതെ നിന്നുകൊണ്ടു സോദരനുള്ളിലും ഭാര്യ തന്നുള്ളിലും ഖേദമുണ്ടാമല്ലോ എന്നു തന്നെ പിന്നെയെല്ലാരും ഒന്നിച്ചു കൂടിത്തൻ ധന്യമായുള്ളൊരു മന്ദിരത്തിൽ ആർത്തു വിളിച്ചു തകർത്തങ്ങു പോയിന ആർത്തിയെത്തുള്ള യാദവന്മാർ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. ബാണയുദ്ധമാണ് അടുത്തതായിട്ട് പാരായണം ചെയ്യുന്നതിനായുള്ളൊരു ദാനവൻ കണ്ടുതാൻ വാർത്തകൾ മൗലിയാം ദേവൻ തന്നെ സേവിച്ചു നിന്നു വസിച്ചു തൻ മന്ദിരം കേവലം കാക്കുമാറാക്കിക്കൊണ്ടാൻ ഒട്ടുനാളിങ്ങനെ ചെന്നൊരു കാലത്ത് ദുഷ്ടനായി നിന്നു തിമർത്തു ചൊന്നാൻ ആഹവമില്ലാഞ്ഞിട്ടാനന്ദമുള്ളിൽ ആരെയും കണ്ടതുമില്ല എങ്ങും ദിഗ്ഗജമെല്ലാം എന്നോട് നേരിട്ടു പോരു തുടങ്ങുവാൻ നിന്നോളം പോന്നോരെ കണ്ടില്ലെന്നാൽ നമ്മിൽ എന്നത് കേട്ടൊരു പല്ലകഭൂഷണൻ വന്നൊരു കോപമടക്കിച്ചൊന്നാൻ നിന്നുടെ കേരുന്നാളെന്നോടേരായ വീരൻ വന്നു നിന്നോട് നേരിട്ടു നിന്നെയും വെല്ലിടും എന്നതു നീന്നു തേറിനാലും എന്നതു കേട്ടൊരു മന്നവൻ മന്ദിരം ബുദ്ധനായിട്ടു പുത്രിയായുള്ളൊരു കന്യകതാൻ നിദ്രയും മംഗലമാർന്നൊരംഗജലീലതൻ ഭംഗികൾ പുതുമയങ്ങുനേരം അവൾ തന്നെയും തിന്നൊക്കെയാലേ കാന്തനെ കാണാൻ ചാരത്തു കന്തർക്കൻ തന്നെ കാന്തീരെന്നൊരു സുന്ദരൻ വന്നു നിന്നരികെ ചെഞ്ചുരന്നിടുന്ന ചോരിവതൻ വാഞ്ചിതമെല്ലാമേ നൽകി പിന്നെ ചിത്തമഴിഞ്ഞുള്ളൊരെന്നെയും കൈവിട്ടും നിദ്രതാൻ പോകുമ്പോൾ കൂടെ പോയാൻ പാൽപ്പെട്ടു പോയൊരു ശയ്യയെ കണ്ടിട്ടു പാരിച്ചു പോകുന്ന മാരമാലും വേറിരുന്നിങ്ങനെ വേകുന്ന ഞാനിപ്പോൾ വേറൊന്നായി പോകുന്ന തുണ്ടു തോഴി എന്നതു കേട്ടൊരു തോഴിതാൻ ചൊല്ലിനാൽ നിന്നുടെ വേദന പോക്കാമല്ലോ ആരെന്നു ചൊല്ലിനാൽ നിന്നുടെ ചാരത്തു പാരാതെ കൊണ്ടെന്നു നൽകുക ഞാൻ ഇങ്ങനെ ചൊന്നവൾ തന്നുടെ കൺമുന്നിൽ മങ്ങാതെ തൂലിക കൊണ്ടു നേരെ ലേഖ്യമാരായുള്ള ദേവരെയെല്ലാം ലേഖനം ചെയ്തുടൻ കാട്ടി മാനിനി തന്നുടെ ചൊല്ലാലെ പിന്നെയും മനുഷ്യന്മാരെയും ഔവണ്ണമേ കൃഷ്ണികളായുള്ള വീരരെയെല്ലാം കൃഷ്ണനെ തന്നെയും കാട്ടി പിന്നെ തന്മകനായുള്ള നിർമ്മലൻ തന്നെയും തന്മ കളഞ്ഞിരു രുദ്ധനെയും
കളഞ്ഞാനിരുദ്ധനെയും ലേഖനം ചെയ്തവൾ കാട്ടിന നേരത്തു കോകിലവാണിതൻ കൺമുനയിൽ എടുത്തു നിന്നൊരു നാണവും പ്രേമവും കൂടിക്കലർന്നിട്ടു കാണായപ്പോൾ പാരമണഞ്ഞൊന്നു പൂൺമതിനായിട്ടു ധീരത പോയൊരു സംഭ്രമവും എന്നെയും കൈവേടി നീങ്ങുങ്ങിപ്പോയിക്കൊണ്ടു തന്നൊരു കോപവും ചാവലവും യോഗിനിയായൊരു തോഴിതാൻ എന്നപ്പോൾ വേഗത്തിൽ ചെന്നുടൻ ദ്വാരകയിൽ സുസ്ഥിതനായുള്ള അനിരുദ്ധനെ തന്നെയും മെത്തമെന്നിന്നങ്ങെടുത്തു പിന്നെ കൊണ്ടിങ്ങു പോന്നവൾ കയ്യിലെ നൽകിനി നിണ്ടലെ പോക്കുവാൻ അന്നു തന്നെ അങ്കജൻ തന്നുടെ സൂനുവായുള്ളോ തന മംഗലകാന്തനായി വന്ന നേരം വീടുറ്റു നിന്നൊരു കർപ്പൂരം തന്നോടും കൂടിന ചന്ദനം എന്ന പോലെ ആമോദം പൂണ്ടൊരു കാമിനി താന്നൽ കാമവിലാസങ്ങളാണ്ടു നിന്നാൾ യാദവ ബാലകനാകിന വീരനും ആദരവോടെ കളിച്ചുമെന്നെ സുന്ദരി തന്നുടെ മന്ദിരം തന്നിലെ നിന്നു വിളങ്ങിനാൻ നീതിയോടെ ഗൂഢനായി നിന്നവൻ തന്നെ എന്നാരുമെ ചെടിമാർ പോലും അറിഞ്ഞുതില്ലേ ഒട്ടുനാളിങ്ങനെ തുഷ്ടിയും പൂണ്ടവർ ഇഷ്ടരായി നിന്നു വസിച്ച കാലം പങ്കജലോചനൻ തന്മുഖം കണ്ടിട്ടു ശങ്ക തുടങ്ങിയതു മാതർക്കെല്ലാം ശങ്ക തുടങ്ങിന മംഗമാരെല്ലാരും തങ്ങളിൽ നിന്നു പറഞ്ഞാരപ്പോൾ ബാലിക തന്നുടെ യാനനമിന്നു നിന്നു ചാലെ തെളിഞ്ഞുണ്ടു കാണാവുന്നു കാരണമെന്തെന്നു ചിന്തിച്ചു കാണില്ലോ വേറൊന്നായല്ലോ താൻ വന്നു ന്യായം വേലകൾ കോലുവാൻ കാലം പുലർന്നപ്പോൾ ചാലെ പോയെല്ലാരും ചൊല്ലുന്നപ്പോൾ കെട്ടകം തന്നിൽ നിന്നൊട്ടുമേ വരാതെ പെട്ടെന്ന് പോണിങ്ങു വന്നു കൊള്ളും കണ്ണിലായി അന്നേരം മെല്ലവേ പാർക്കുമ്പോൾ തിണ്ണം തളർന്നു മയങ്ങിക്കാണാം രോഗമെന്നിങ്ങനെ ചൊല്ലുമാറുണ്ടു താൻ രോഗമല്ലേതുമേ രാഗമത്രേ നേവാതെ നിന്നൊരു ചോരിവാൻ തന്നെയും തേഞ്ഞല്ലോ കാണുന്ന നാളിൽ ചാലെ തെളിഞ്ഞ കവിൾ തടമിന്നു നിന്നു ചാഞ്ഞിടുന്നു പിന്നെ നമ്മുടെ ചാരത്തു വന്നിങ്ങു മേവുകിൽ നാണവും ഉണ്ടിന്നു കാണാകുന്നു പണ്ടെന്നും കാണാതെ ഭൂഷണമുണ്ടിന്നു കണ്ടു തുടങ്ങുന്നു കണ്ടം തന്നിൽ പങ്കജ കോരകം തന്നെയും വെല്ലുന്ന കൊങ്കകൾ ചാരത്തു മൗവണ്ണമേ ഇങ്ങനെ ഓരോരോ ഭംഗികൾ കാണുമ്പോൾ എങ്ങനെ കന്യക എന്നു ചൊല്ലു ഇന്നിവൾ തന്നുടെ കാമുകനായൊരു ധന്യനുണ്ടെന്നതു നിർണയം താൻ ആരോടും ഇന്നിതു പാടില്ലെങ്കിലോ പോരായ്മയായിട്ടു വന്നു കൂടും കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി തങ്ങളിലിങ്ങനെ നിന്നു പറഞ്ഞുള്ളോ രംഗനമാരെല്ലാം എന്നാ നേരം മാരോട് ചെന്നു ചൊന്നാർ അക്ഷരരായുള്ള രക്ഷികളെല്ലാരും അക്ഷണം ചൊല്ലി നിർവാണനോടും കന്യക തന്നോട് ദൂഷകനായൊരു കാമുകനുണ്ടെന്നു കേട്ടു ബാണൻ പെട്ടെന്നെഴുന്നേറ്റു മട്ടോലം വാണിവൻ കെട്ടകൻ തന്നിൽ ചെല്ലുന്നേരം പ്രദ്യുമ്ന സൂനുവെ കണ്ടുടൻ കോപിച്ചു പെട്ടെന്നു നിന്നു പിണങ്ങി പിന്നെ കന്യകാപാശങ്ങൾ കൊണ്ടവൻ തന്നെയും കിന്നമാക്കിയിടിനാൻ ബന്ധിച്ചപ്പോൾ താനങ്ങു തന്നോടെ ആലയം പൂകിനാൻ മാനവും കൊണ്ടു മതിച്ചു പിന്നെ ബദ്ധനായുള്ള അനിരുദ്ധനെ കണ്ടൊരു മുഗ്ധവിലോചന താനും അപ്പോൾ കേണു തുടങ്ങി നാൾ ഭൂതലം തന്നിലെ വീണു മയങ്ങി മെന്നൽ തോഴികൾ ചെന്നു പറഞ്ഞവൾ തന്നോടെ കോഴയും കിഞ്ചന പൊക്കി നിന്ന പഞ്ചരം തന്നിൽ നിരുദ്ധനായുള്ളൊരു കുഞ്ചര വൈദികാൻ എന്ന പോലെ രുദ്ധനായുള്ള അനിരുദ്ധനും കോപിച്ചു ബദ്ധവിരോധനായി നിന്ന കാലം ഭോദേവന്മാരെല്ലാം ഇത്രയും കൊണ്ടൊരു രാജകുമാരനെ കാണാഞ്ഞപ്പോൾ എങ്ങുപോയി നീവേ മിണ്ടാതെ എങ്ങനെ പോയിക്കൊണ്ടു ചെന്നു നന്ദി ഇന്നിന്നു വന്നിതുമെന്നതു ചിന്തിച്ചു നിന്നങ്ങും മേവിനാർ 4 മാസം പിന്നെയും വന്നു കണ്ടില്ല എന്നിട്ടു കിന്നരായെല്ലാരും നിന്ന നേരം നാരദനാകിയ നന്മുനിമാരെ വാരേഴും ദ്വാരക തന്നിലെഴുന്നള്ളിന യാദവന്മാരുടെ ആനനം കണ്ടുടൻ ആദരവോടു പറഞ്ഞാൻ പിന്നെ പ്രസിദ്ധ സോനുവെ
പോരിൽ ബാണൻ വനകുമാരിക തന്നുടെ ലോചന മയങ്ങുകയാൽ അപുരം തന്നുടെ കലകനായിരുന്നു പുരം എന്നുള്ള കേട്ടപ്പോൾ കൃഷ്ണനെ തന്നെയും മുൻനിർത്തി മുദ്ഗരമുമ്പായുള്ള ആയുധമോരോന്നെ നൽകാരം തോറും ധരിച്ചു നന്നായി സന്നദ്ധരായി നടന്നു തുടങ്ങിന തന്നുടെ തേരിലേറി ദീനത കോലത സേനയുമായിട്ടു ബാണപുരത്തിനകത്തു ബുക്കാർ അത്തു തുടങ്ങിന ഭരിയും തടിച്ചു ചേർക്കുന്നതിനുള്ളൊരു കോപത്താലെ കേതുവിൽ തന്നെയും ഏതു മുറിച്ചുടൻ മണ്ണിലെ വീട്ടി പിന്നെ നന്മതിൽ നിന്ന് തള്ളിവിട്ടിടിന വെണ്മയിൽ നിന്നുള്ള ഗോപുരവും ബാണപുരത്തിനു ഭംഗത്തെ കണ്ടിട്ടും ബാലനിശാകരശേഖരൻ താൻ ഷൺമുഖൻ തന്നോട് ചൊല്ലി നിന്നിടിനാൻ ഉണ്മയായുള്ളൊരു നർമ്മപ്പോൾ നാളുണ്ടല്ലോ പട്ടിണി കൂടാതെ മിത്രമായി ഉണർന്നു നാം എല്ലാവരും ഉന്മതരായുള്ള വൃഷ്ണികൾ മൂലം നമ്മുടെ ചൂറു മുടങ്ങിയതായി നൽതെരുവിന്നു മന്നൽ ചുര കണ്ടിക്കും പിണഞ്ഞായികളുണ്ട് താനും യോഗ്യനായുള്ളത് നോക്കി നിന്നിടാതെ പുറത്തു തുനിഞ്ഞു നാം ചൊൽകായപ്പോൾ ഇങ്ങനെ ചൊല്ലിനാൽ കാണാമേലേറി നിന്നും വൈരീതാനാദേരവിന് കാർവർണ്ണൻ തന്നോട് പോരു തുടങ്ങിന ചോറു മുടങ്ങിനാലെന്നു ന്യായം ആൺമയിലേറിയ ഷൺമുഖൻ താനും ആൺമയിലേറി അണഞ്ഞു നേരെ രുക്മിണി നന്ദനം ചെന്നതു കണ്ടിട്ടു രുഷ്ടനായി നിന്നു പിണഞ്ഞാനപ്പോൾ തന്ത്രിയെ വേറിട്ടു രോഹിണി നന്ദരൻ മന്ത്രികളോടും അങ്ങവണ്ണമേ ക്ഷീണതകോലാത സാത്വികി തന്നോടും ബാണനും ചെന്നു പിണങ്ങി നിന്നാൽ സങ്കരമാണ്ടുള്ള വീരന്മാർ തങ്ങളിൽ ഇങ്ങനെ നിന്നു പിണങ്ങുന്നേരം അന്ധത കൈവിട്ടൊരന്ധകനാഥനും അന്ധകവൈരിയും നിന്നു നേരെ അസ്ത്രങ്ങൾ കൊണ്ടു കളിച്ചു തുടങ്ങിനാൽ അസ്ത്രവിശാരദരാകയാലേ ഏഴുപാടിനും കാരണമായുള്ള ദേശന്മാരിങ്ങനെ നേരിട്ടപ്പോൾ ദുരിതനായിട്ട് നിന്നതു കാണായി ശത്രുവിൽ തന്നെയും നിന്നോർക്കെല്ലാം മറ്റുള്ള ബാണങ്ങൾ മേനിയിലേക്കയാൽ വിട്ടു നിന്നിടുന്നു കാർത്തികേയൻ തന്നിലെ നന്ദിനാൻ ഇങ്ങനെ നിന്നു ഞെക്കിനായി മേവുവാൻ എന്തു മൂലം അച്ഛനും കോളല്ല എന്നതുകൊണ്ടല്ലോ അച്ഛൻ മേയിലല്ലോ നന്ദതിപ്പോൾ ചോറ്റിനു വേണുന്ന വേലയോ ചെയ്തേ ഞാൻ തോറ്റു മടങ്ങിയും പോകെയുള്ളൂ. ഇങ്ങനെ ചിന്തിച്ചു സങ്കരം കൈവിട്ടാൻ നന്മയിലേറിയ ഷൺമുഖൻ താൻ മന്ത്രികൾ മുമ്പായ വീരന്മാരെല്ലാവരും ബന്ധുവായി മേവിനാൻ അന്ധകാന്തൻ ദാനിയായുള്ള ഒരു ബാണൻ താൻ ചെന്നപ്പോൾ മാധവേനോട് പിണഞ്ഞു നിന്നാൻ ബാണങ്ങളെ ചെയ്തു ബാണനെ തന്നെയും ക്ഷീണനാക്കിയിടിന മാധവൻ താൻ തേർത്തടം തന്നെയും വീഴ്ത്തി നിന്നിടിനാൻ ആർക്കനായി നിന്നൊരു സൂതനെയും ക്ഷീണനായി നിന്നൊരു ബാണനെ നേർക്കണ്ടു ബാണങ്ങൾ പിന്നെ തൊടുത്ത നേരം നാണവും കൈവിട്ടു മാതാവ് താൻ വന്നു ബാണൻ തൻ പ്രാണങ്ങൾ പാലിപ്പാനായി അമ്പരം തന്നെയും അമ്പരമാക്കിക്കൊണ്ട് അമ്പുജലോചനൻ മുമ്പിൽ ചെന്നാൽ എന്നതു കണ്ടു അത് കൊണ്ടന്നേർ വർണ്ണം താനേറിയിരുന്നു വിരാഗത്താലെ പിന്തിരിഞ്ഞിടിനാൻ ബാണനോ അന്നേരം രോഗിനാൻ മന്നിയാതെ ബാണൻ താൻ തോറ്റങ്ങു പോയൊരു നേരത്ത് വാർത്തിങ്കൾ മൗലിതൻ വമ്പനിയൻ ദുഷ്ടനായി ചെന്നങ്ങു വൃഷ്ണികളെല്ലാവർക്കും തെറ്റരിയാക്കിനാൻ പെട്ടെന്നപ്പോൾ വീരന്മാരെല്ലാവരും വമ്പനി പൂണ്ടിട്ടു പാരം വിറച്ചു തുടങ്ങിയതപ്പോൾ വാരിട്ടു നിന്നുള്ള വാരണായൂഥവും വാജികൾ രാജിയും അവണ്ണമേ കൊണ്ട നേർവർണ്ണൻ താൻ എന്നതു കണ്ടപ്പോൾ ഇന്നലെ പോക്കുവാനിമ്പത്തോടെ വീരനായുള്ളൊരു വമ്പനി എന്നെ പാരാതെ നേരെ തങ്ങളിൽ നിന്ന് പിണങ്ങിയ നേരത്തെ എങ്ങനെ നിന്ന് പറയുകയാലേ മുഷ്കുകളഞ്ഞു കരഞ്ഞു തുടങ്ങി നമ്മുടെ വമ്പനിയും നീലക്കാർ വർണ്ണന്റെ കാലിണ കൊണ്ടിട്ട് പാലിച്ചു കൊള്ളേണമെന്നാൽ പിന്നെ മാധവൻ താനപ്പോൾ വേദനായുള്ളവൻ ഭീതിയെപ്പോൾ നോക്കിയിട്ടു നിന്ന നേരം തോറ്റങ്ങു പോയൊരു ബാണം താൻ പിന്നെയും ചീറ്റം
കളിച്ചു തുടങ്ങിന. കൈതപ്പ വൈരിയായുള്ള ദേവൻ ദുർബിതനായ ഒരു ശംഭുദാന നേരം തൃംഭണം നീക്കി ഉണർന്നുടനെ വാരിജാലോചനം ചാരത്തു വന്നിട്ടു വാഴ്ത്തിനേടും വാർത്തലൊന്നാവല്ലാനെ കൊല്ലല്ല കോപം കൊണ്ടെന്നിങ്ങനെ അമ്പുജ വൈരിതാൻ ചൊന്നതു കേട്ടപ്പോൾ അമ്പുജലോചനൻ താനും ചൊന്നാൻ സ്വൽഭൃത്യനായിട്ടു നിന്നത് കൊണ്ടിവൻ മൽഭൃത്യനായിട്ടും വന്നും കൂടിയ വല്ലായ്മ ചെയ്ത എങ്കിലും ബാണനെ കൊല്ലുന്നില്ലെന്നതും ചൊല്ലാം നേരെ. ദുർമതം പൂക്കുവാൻ കൈകളെ ഛേദിച്ചു ദുർമതം പോയിട്ടാരെന്നു വന്നു നെഞ്ചിന ബാഹുക്കൾ നാലുമായി ഇങ്ങനെ നിഞ്ചരണങ്ങളും കൂപ്പി നന്നായി പാർശ്വത്തിലാമാർ നിന്നു വിളങ്ങട്ടെ പാർശ്വതനായി നീ മേലിൽ ചെമ്മേ. വാരിജലോചനൻ ഇങ്ങനെ തന്നപ്പോൾ ബാണൻ തൻ മന്ദിരം പുക്കുന്നേരം വൃദ്ധനായുള്ള അനിരുദ്ധനെ തന്നെയും മുക്താവിലോചനയോടും കൂടി കാർവർണ്ണൻ കയ്യിലെ നൽകി നിന്നവൻ കാലിണ കൂമ്പിട്ടു കുപ്പി നിന്നാർ ചിറ്റം കളഞ്ഞൊരു കാർവർണ്ണനൻ ഏറ്റം വിളങ്ങി നിന്നു. ആപ്തമായുള്ള ഒരു പൗത്രനുമായിട്ടു യാത്രയും ചൊല്ലി നടന്നു നേരെ പുത്രന്മാരായുള്ള യാദവന്മാരുമായി പെട്ടെന്ന് ചെന്നു തൻ ദ്വാരകയിൽ ആഗതനായ അനിരുദ്ധനെ കണ്ടിട്ടു മൽക്കളഞ്ഞിടിന ലോകരുമായി ബാണനെ കൊണ്ടുള്ള വാർത്തകളോടുമേ പാടി പിന്നെ വിളങ്ങി നിന്നാൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണമന്താനിങ്ങി. ഇനി നൃഗമോഷമാണ് പാരായണം ചെയ്യേണ്ടത്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. നിങ്ങൾ നിർത്തിയിലും കിട നിർത്താൻ വിചാരിച്ചു. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. സാമ്പൻ തുടങ്ങീന ബാലകന്മാരെല്ലാം മാൺപുറ്റു നിന്നോരു കാവു തന്നിൽ ഉഴിക്കലർന്നു കളിപ്പതിനായി ചെൻ ഓടിക്കളിച്ചു തുടങ്ങുന്നേരം ആണുകീടന്നോരു പാങ്കുഴി തന്നിലെ വീണുകീടന്നുള്ളോരോന്തേ കണ്ടാർ. കണ്ടൊരു നേരത്തു പാശവുമായിട്ടു മണ്ടിയാണഞ്ഞു കുടുക്കി നേരെ പാരം വലിച്ചങ്ങു തീരത്തു കൊള്ളുവാൻ ആരുമേ വല്ലില എന്ന നേരം പാരാതെ ചെന്നങ്ങു കാരുണ്യപൂരമം വാരിജലോചനനോടു ചൊന്നാർ. വാരിജലോചനൻ പാരാതെ ചെന്നപ്പോൾ തീരത്തു ചെമ്മെ വലിച്ചു കൊണ്ടാൻ. പാപമായുള്ളൊരു പാഴ്മരത്തിനൊരു പാവകനാകിയ കാർവർണ്ണൻ താൻ പാണിതലം കൊണ്ടു തൊട്ടൊരു നേരത്തു പാരം വിളങ്ങിനാൻ മെയ്യുമായി. സ്വർഗത്തിൽ നിന്നങ്ങു നിർഗതന്മാരായ സ്വർഗികളാരാനുമെന്ന പോലെ പങ്കജലോചനൻ പാദങ്ങൾ കുമ്പിട്ടു സങ്കടം തീർത്തവൻ നിന്ന നേരം നീയാരെന്നിങ്ങിനെ ചോദിച്ചു നിന്നൊരു നീരജലോചനനോടു ചൊന്നാൻ. ഇച്ഛാകു തന്നൂടെ സോദരനായൊരു ചൊൽക്കൊണ്ടു നിന്ന മൃഗന്താനി ഞാൻ. ദാനങ്ങൾ കൊണ്ടെന്നെ മേൽമണ്ടി നിന്നുള്ള മാനവന്മാരില്ല എന്നെ ചൊല്ലൂ. പുണ്യങ്ങളാണ്ടുള്ളൊരു ആരണർക്കൻ തന്നെ എണ്ണമില്ലാതോളം ധേനുക്കളെ മങ്ങാതെ മാനിച്ചു നൽകി നിന്നിടിനെ. ഇങ്ങനെ പോരുമ്പോൾ അന്നൊരു നാൾ ദത്തയായുള്ളൊരു ധേനുതാൻ പോന്നങ്ങു സത്വരമെന്നോടെ വീടുപുക്കു. അന്യനായി നിന്നുള്ളൊരാരണനൊരാതെ വന്നൊരു ധേനുവെ നൽകിനാൻ ഞാൻ. തുഷ്ടനായി നിന്നവൻ പോകുന്ന നേരത്തു പെട്ടെന്നു ചെന്നതിനാഥനായോൻ എന്നോടെ ധേനുവെ കൊണ്ടങ്ങു പോകല്ല എന്നങ്ങു ചൊല്ലിത്തൊടുത്താനപ്പോൾ എന്നോടെ കയ്യിലോ മന്നവൻ തന്നുതെന്നന്യനായുള്ളവൻ ചൊന്നാനപ്പോൾ തങ്ങളിലിങ്ങിനെ പേശി നിന്നേരം ഇങ്ങു പോന്നെന്നോടെ മുമ്പിൽ വന്നാർ. ചൊല്ലിനാർ പിന്നെയങ്ങെല്ലാരും കേൾക്കവേ വല്ലായ്മ ഇന്നങ്ങിലാകും വണ്ണം തന്നതു കൊള്ളുന്ന നിന്നോടെ ദാനങ്ങൾ
നന്നേ നാം ഇന്നു ചൊല്ലേണ്ടുന്നു. ഇങ്ങനെ ദാനങ്ങൾ ചെയ്തു തുടങ്ങുകിൽ എന്നുമേ സങ്കടം വന്നുകൂടാ. എന്നതു കേട്ടു നടുങ്ങിന ഞാനുമൻ മുന്നിൽ നിന്നാരണനോടു ചൊന്നാൻ. ഓരാതെ വന്നൊരു വല്ലായ്മയെല്ലാമേ പാരാതെ നിങ്ങൾ പൊറുക്കേണമേ. 30,000 നൽപശു നൽകുവാൻ ഇപ്പശു തന്നെ അയക്കേണമേ. അപ്പോഴു ധാരണർ ചൊല്ലിനാരിങ്ങിനെ, ഇപ്പശു വെന്നിയെ മറ്റു വേണ്ട എന്നങ്ങു ചൊന്നുടൻ തന്നെ ഉള്ളത്തിൽ ഭിന്നത ചേർത്തു നടന്നാൻ ചെമ്മേ. ആരണനിങ്ങിനെ പോയൊരു നേരത്തു പാരിച്ച വേദന പൂണ്ടു ഞാനും. കള്ളനായല്ലോ ഞാൻ എന്തിനി വേണ്ടതെന്നുള്ളിലെ നന്ദി നടന്ന നേരം. അന്തകൻ തന്നൂടെ കിങ്കരൻ വന്നിട്ടൻ അന്തനാം എന്നെയും കൊണ്ടുപോയാർ. അന്തക മന്ദിരം തന്നിലും ചെന്നപ്പോൾ ചിന്തിച്ചു ചൊല്ലിനാൻ അന്തകൻ താൻ. കൽമഷം കൂടാതെ നിങ്ങളെ കാണുമ്പോൾ സമ്മാനമെല്ലാം നാം വേണ്ടുതപ്പോൾ. പോരാതെയെങ്കിലും നിങ്കയിലായല്ലോ ആരണക്കുള്ളൊരു ധേനുവെന്നാൽ. പുണ്യവാനെങ്കിലും ധർമ്മങ്ങൾ ഓർക്കുമ്പോൾ ധന്യനെന്നുള്ളതു വന്നുകൂടും. പുണ്യങ്ങൾ പൂണ്ടിപ്പോൾ വിണ്ണിലെ വാസത്തിനെണ്ണമില്ലെന്നതേ ചൊല്ലാവൂ താൻ. അല്പമായുള്ളൊരു പാപത്തെയാവൂ നീ മുൽപ്പാടു നന്നു ലഭിപ്പതെന്നാൽ. അന്തകനിങ്ങിനെ ചോന്നതു കേട്ടപ്പോൾ അന്തമായി മേവുമീ പാങ്കുഴിയിൽ. ഇങ്ങനെ വീണു കിടന്നതു കണ്ടു ഞാൻ, അങ്ങിനെയല്ലോവം പാപമുള്ളൂ. തന്നിൽ നിന്നങ്ങു കരേറുവാനായിട്ടു പിന്നെയും പിന്നെയും പൊങ്ങി പൊങ്ങി. ഒട്ടെ കരേറുമ്പോൾ മുട്ടെ വരും മുമ്പേ പെട്ടെന്നു കീഴ്പോട്ടു വീഴും പിന്നെ. പാറമേൽ നിന്നുടൻ മെയ്യും പൊഴിഞ്ഞുടൻ ഏറിന വേദന പൂണും പിന്നെ. ഘോരമായി നിന്നുള്ളൊരാതപം മേനിയിൽ പാലിച്ചു മേന്മേലങ്ങേൽക്കയാലേ. ദാഹിച്ചു നിന്നു വരണ്ടു വശം കേട്ടു മോഹത്തെ പൂണ്ടു കിടപ്പൻ പിന്നെ. എണ്ണമില്ലാതൊരു വേദന പൂണ്ടുടൻ കണ്ണുനീർ വീട്ടുവാനോർത്തു പിന്നെ. അല്ലൽ പിണഞ്ഞവയൊന്നൊന്നെ ചിന്തിക്കിൽ ചൊല്ലാവതല്ലേതും തമ്പുരാനെ. പണ്ടു ഞാൻ ചെയ്തുള്ള പുണ്യങ്ങൾ കൊണ്ടത്രേ ഇണ്ടൽ പൂണ്ടിങ്ങിനെ തെണ്ടിച്ചു ഞാൻ. അല്ലാകിലുണ്ടോ നിൻ ചേവടി താരണം വല്ലുന്നതിങ്ങിനെ കണ്ടുകൊള്ളുവാൻ. ഏറ്റം തീമിത്തുള്ള പാപങ്ങളെല്ലാമേ തോറ്റോടിപ്പോയല്ലോ ദൂരത്തിപ്പോൾ. മാധവൻ തന്നോടു മന്നവൻ ഇങ്ങനെ മാഴ്കാതെ വാർത്തകൾ ചൊന്ന നേരം. വ്യോമത്തിൽ നിന്നങ്ങു വന്നതു കാണായി തൂമത്തു കൊണ്ടൊരു യാനമപ്പോൾ. മാനിച്ചു നിന്നൊരു മാധവൻ ചൊല്ലാലെ യാനത്തിൽ ചെന്നു കരേറി നേരെ. എണ്ണമില്ലാതൊരു പുണ്യങ്ങൾ പൂണ്ടവൻ വിണ്ണിലും ചെന്നു വിളങ്ങി നിന്നാൻ. ഇച്ഛാകു സോദരൻ പോയൊരു നേരത്തു നിശ്ചിച്ചയ ചൊല്ലിനാൻ വല്ലവരി. തന്മക്കളായുള്ള ബാലകന്മാരോടു ധർമ്മമെന്നുള്ളതു തീറുവാനായി. ഓം ശ്രീകൃഷ്ണനു വേണുന്നതെല്ലാമേ സാധിച്ചു കൊള്ളുവാൻ വേദിയരെന്നിയൊരാരുമില്ലേ. മേന്മ കലർന്നൊരു ദൈവതമായതു ബ്രാഹ്മണരെന്നതു തേറിനാലും. ബ്രാഹ്മണനുള്ള ധനങ്ങളെ ഏതുമേ കാൺമതിനായിട്ടും കാമിക്കൊല്ല. താനറിയാതെ ഈ മന്നവനെന്നപ്പോൾ ദീനത വന്നതും കണ്ടുതല്ലി. ായി നിന്നുള്ള വേദിയന്മാരിലെ മംഗല ദൈവതം ബാലന്മാരെ. അംബുജലോചനനിങ്ങിനെയോരോരോ ധർമ്മങ്ങളായതു ചൊല്ലിപ്പിന്നെ. ശിക്ഷിതരായുള്ള മക്കളും താനുമായി ലക്ഷണം പുകിനാൻ ആലയത്തിൽ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഇതും കൂടി വായിച്ചിട്ടുണ്ടല്ലേ. ദ്വാരക തന്നിലെ നിന്നു വിളങ്ങിന സ്ഥിരവരായുധനെന്നൊരു നാൾ ബന്ധുക്കളായോർ ഇതം വായിച്ചേക്കല്ല കാൺമതിനായിട്ടു നന്ദന്റെ മന്ദിരം തന്നിൽ ചെന്നാൻ. രാമനെ വന്നതു കണ്ടൊരു നന്ദൻ താനാമോദം പൂണ്ടു പീഡിച്ചു പൂണ്ടാൻ. അമ്മയായുള്ള യശോദയും അങ്ങിനെ തന്മനം ചെമ്മെ കുളുക്കും വണ്ണം. ചങ്ങാതിമാരായ വല്ലവന്മാരെല്ലാം മംഗലമായി വന്നു കണ്ട നേരം.
കണ്ണനെ കാണാഞ്ഞു വേദന പൂണ്ടുള്ള തിന്നമെഴുന്നുള്ള വല്ലവിമാർ രാമന്റെ ചാരത്തു വന്നവർ ചോദിച്ചാൽ കാർമുകിൽ വർണ്ണന്റെ വാർത്തയെല്ലാം പൗരന്മാരായുള്ള നാരിമാരാർക്കുമേ വൈരസ്യമേതുമിന്നില്ലയല്ലേ കാർമുകിൽ വർണ്ണനു വീണുന്നതിൽ നിന്നു കാമിനിമാരുടെ സൗഖ്യമല്ലോ എന്നതു കൊണ്ടെങ്ങൾ മുമ്പിനാൽ ചോദിച്ചു സുന്ദരിമാരുടെ സൗഖ്യമെല്ലാം വഞ്ചനയാണ്ടുള്ളൊരഞ്ജന വർണ്ണനു ചഞ്ചലമായൊരു നെഞ്ചിരിപ്പോൾ അച്ഛനും അമ്മയും വേഷ തുടർന്നോരും കച്ചുതൈ ഞങ്ങൾ എന്ന പോലെ ഞങ്ങളെ കാണണമെന്നതു കണ്ടല്ലോ ഇങ്ങവൻ വാരാതെ നിന്നുകൊണ്ടു മങ്ങാതെ വന്നു തന്നച്ഛനെ കണ്ടാലും ഞങ്ങളോ മെല്ലെ മറഞ്ഞു കൊള്ളാം ഉറ്റോരെയും മറ്റു പെറ്റോരെയും പിന്നെ ചുറ്റമാണ്ടോരെയും കൈവേടിഞ്ഞ് ഉറ്റോരായുള്ളതും മറ്റാരുമല്ലെന്നേ മുറ്റുമി ഞങ്ങളോ നന്ദി ചെമ്മേ പുഞ്ചിരി തൂകിനൊരഞ്ജന വർണ്ണന്റെ വഞ്ചന വാക്കുകളൊന്നൊന്നേ താൻ പാട്ടാങ്ങിന്നിങ്ങിനെ ചിന്തിച്ചു നിന്നപ്പോൾ പൊട്ടുപീരണ്ടുള്ള ഞങ്ങളിപ്പോൾ ചെണുറ്റു തങ്ങളിൽ കെട്ടുകെട്ടിയിടുന്ന തോണികൾ പാഴിയിലെ നീരായി നിന്നു ഗോകുലം കൊണ്ടുള്ള വാർത്തകളിന്നെല്ലാം ഏതാനുമുണ്ടോ പറഞ്ഞു കേൾക്കൂ എന്നൂടെ പിന്നാലെ സന്തതം പാഞ്ഞിടും ഭിന്നമാരായുള്ള നാരിമാരെ നന്നായി വഞ്ചിച്ചു പോനിങ്ങു നിന്നു ഞാൻ എന്നതു മിണ്ടുമാറില്ലയോ ചൊൽ പണ്ടീവൻ ചെയ്തുള്ള വേലകളോർക്കുമ്പോൾ ഇണ്ടലാകുന്നതേ പാരമുള്ളിൽ കാളിന്നി തീരത്തെ കാവുകൾ കാണുമ്പോൾ ഓളം തുളുമ്പുന്നു വേദനകൾ കാലത്തെ പോന്നു മുളച്ചുതേയുള്ളത് കാലപ്പോർ കൊങ്കകളെങ്ങൾ മാറി ചാലക്കിടന്നു തെളിഞ്ഞു വളർന്നത് നീലക്കാർ വർണ്ണന്റെ മാറിയിലത്രേ പണ്ടുണ്ടായ പുണ്യങ്ങളൊക്കെയാൽ പിണ്ടലാണ്ടിടുമീ കൈകൾ രണ്ടും മാതാവിൻ കണ്ടം പിരിഞ്ഞതിൽ പിന്നെ മാധവൻ കണ്ടമേ താനെറിഞ്ഞു ശൃംഗാരമിങ്ങീനെയുള്ളൂതെന്നുള്ളതും അങ്കജനിങ്ങീനെയുള്ളൂതെന്നും മറ്റാരുമല്ല ഈ ഞങ്ങൾക്കു ചൊന്നതു മുറ്റുമീ കാർമുകിൽ വർണ്ണനതും അങ്ങീനെയുള്ളോരു ഞങ്ങളെ ഇന്നിപ്പോൾ ഇങ്ങീനെയല്ലോ താനാക്കി വച്ചു രാപ്പകലിങ്ങിനെ വന്ന് പാതുപാർത്തിത ബാഷ്പവും വാർത്തു കിടന്നു ഞങ്ങൾ ഇങ്ങിനെ ചൊന്നുടൻ കണ്ണു നീർത്തുകീന മംഗലമാരായ മാതരെല്ലാം രേവതി കാമുകനെന്നതു കണ്ടിട്ടു ഭുവേണിമാരുടെ ഖേദമെല്ലാം വാക്കുകൾ കൊണ്ടുടൻ പൊക്കി നിന്നിരീന വാഗ്മിയായുള്ളവരെന്നു ന്യായം അല്ലലെ തീർത്തുള്ള വല്ലവിമാരുമായി നല്ല നീലാവുള്ള രാവുകളിൽ അമ്പോടു പിന്നെ കളിച്ചു തുടങ്ങി ഞാൻ അമ്പാടി തന്നിലെ 2 മാസം വാരുണിയാകിയ മതിയെ സേവിച്ചു വാരണം പോലെ മതിച്ചു പിന്നെ മന്ദം നടന്നു കളിച്ചൊരു നേരത്തു സുന്ദരിമാരുമായെന്നൊരു നാൾ വേളത്തിൽ നിന്നു കളിപ്പതിനായിട്ടു കാളിന്നി തന്നെ വിളിച്ച നേരം വാരാതെ നിന്നപ്പോൾ എറിയ കോപത്താൽ ശിരത്തെ കൊണ്ടു വലിപ്പതിനായി താങ്കലിനെഞ്ഞു പിടഞ്ഞു നിന്നിടുമ്പോൾ കോങ്ങിന നേരത്തു പേടിച്ചു നിന്നവൾ ഓടിച്ചെന്നിടീനാൻ ചാരത്തപ്പോൾ കണ്ണീരിറങ്ങി നൽകാമിനിമാരുമായി നിന്നൊത്തു തിന്നു കളിച്ചു പിന്നെ ചാലക്കരയേറി നീലിമായുള്ളൊരു ചേലയും പൂണ്ടു വിളങ്ങി നന്നാൾ കാമിനിമാരുടെ വാഞ്ചിതം പൂരിച്ചു കാവുകൾ തോറും വിളങ്ങി നിന്നാൻ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം
ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഇന്നത്തെ പാരായണം കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുച്ചരണങ്ങളിൽ സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു.